കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ ഫ്ലഡ് ലൈറ്റ് സ്ഥാപിച്ച കമ്പനിക്ക് പണം നൽകാതെ വഞ്ചിച്ച അഗസ്റ്റിൻ സഹോദരന്മാർ. ലൈറ്റിംഗ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നൽകാനുള്ളത് 3.68 കോടി രൂപ. പണം ആവശ്യപ്പെട്ട് കത്തയച്ച കമ്പനിയെ തഴഞ്ഞ GCDAയും രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ പങ്കില്ല എന്നാണ് GCDAയുടെ നിലപാട്. മെസ്സി വരുമ്പോൾ കളിക്കാനായി കലൂർ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി നവീകരിച്ചിരുന്നു. ഇതിനായി ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിച്ച റഷ്യൻ കമ്പനിയെ സ്പോൺസർ വഞ്ചിച്ചതായാണ് പരാതി. സ്റ്റേഡിയത്തിൽ ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിച്ച ലൈറ്റിംഗ് ടെക്നോളജീസ് എന്ന കമ്പനിക്ക് കരാർ പ്രകാരം നൽകാനുള്ള 3.68 കോടി രൂപ നൽകാതെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി കബളിപ്പിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. പണം ലഭിക്കാത്തതിനെ തുടർന്ന് കമ്പനി ഇപ്പോൾ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 1.4 കോടി രൂപ മാത്രമാണ് കമ്പനിക്ക് മുൻകൂറായി ലഭിച്ചത്. ISL മത്സരങ്ങൾക്ക് മുൻപായി ജോലി പൂർത്തിയാക്കിയിരുന്നുവെങ്കിലും 8 മാസം പിന്നിട്ടിട്ടും ബാക്കി തുക നൽകാൻ സ്പോൺസർ തയ്യാറായിട്ടില്ലെന്നാണ് പരാതി. പണം കിട്ടാതായതോടെ GCDA വിഷയത്തിൽ ഇടപെടണമെന്ന് കമ്പനി അധികൃതർ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് GCDA ചെയർമാനും സെക്രട്ടറിക്കും കമ്പനി കത്ത് നൽകി. എന്നാൽ ഈ കരാറിൽ തങ്ങൾ കക്ഷിയല്ലെന്നും അതിനാൽ പണം നൽകാനുള്ള ബാധ്യത ഏറ്റെടുക്കാനാവില്ല എന്നുമാണ് GCDAയുടെ നിലപാട്. ഇതോടെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് ലൈറ്റിംഗ് ടെക്നോളജീസ് വക്കീൽ നോട്ടീസ് അയച്ചു. ജനം, കൊച്ചി.